കാറ്റത്തെ കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. തൻ്റെ അമ്മ വേറെയാണെന്നറിഞ്ഞ് മുറ്റത്ത് ചെന്നിരുന്ന് ടെൻഷനോടെ കരയുന്ന നികേഷിനെ ആശ്വസിപ്പിക്കുകയാണ് ഹരീഷും സുഭാഷും. ആ കാഴ്ച നോക്കി ഉമ്മറത്ത് നിൽക്കുകയായിരുന്ന സുധീഷ് ടെൻഷനോടെ നിധിയോട് പഴയ കാര്യങ്ങളെല്ലാം ഓർത്തെടുത്ത് പറയുകയാ. അമ്മയുടെ മരണത്തിന് കാരണക്കാരൻ അച്ഛനാണെന്ന് പറഞ്ഞ് അച്ഛനെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയെന്നും കുറച്ചു നാൾ കഴിഞ്ഞ് അച്ഛൻ തിരികെ വന്നെന്നും വന്നപാടെ ലോറിയെടുത്ത് എങ്ങോട്ടോ പോയെന്നും കുറെ നാളത്തേക്ക് അച്ഛൻ വന്നില്ലെന്നും വരില്ലെന്നായിരുന്നു ഞങ്ങൾ കരുതിയതെന്നും അപ്പോഴേക്കും അച്ഛന്റെയും അമ്മയുടെയും സ്ഥാനം ചേട്ടൻ ഏറ്റെടുത്തെന്നും അങ്ങനെയിരിക്കെ ഒരു ദിവസം അച്ഛൻ തിരിച്ചു വന്നെന്നും അപ്പൊ കൂടെ വന്നതാ ആ സ്ത്രീയും നികേഷുമെന്നും സുധീഷ് സങ്കടത്തോടെ നികേഷിനെ നോക്കിക്കൊണ്ട് പറയുന്നുണ്ട്. അന്ന് നികേഷ് ചെറിയ കുട്ടിയാ, കൈക്കുഞ്ഞ്. പേര് ചോദിച്ചപ്പോ അച്ഛനെ പറഞ്ഞത് നികേഷ് എന്ന് വിളിച്ചോളാൻ. ആ സ്ത്രീ ആരാണെന്നോ എത്ര കാലമായി ബന്ധമുണ്ടെന്നോ അച്ഛൻ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. പിന്നെ നാട്ടുകാർ പറഞ്ഞിട്ടാ അച്ഛൻ ഇവരുമായി ബന്ധമുണ്ടായിരുന്നുവെന്നും അതിൽ ജനിച്ച കുഞ്ഞാണ് നികേഷും എന്നുമൊക്കെ ഞങ്ങൾ അറിയുന്നത്. കാലങ്ങൾക്കു ശേഷം വീട്ടിൽ വരുന്ന അച്ഛനോടൊപ്പം ഒരു സ്ത്രീയും ഒരു കൈക്കുഞ്ഞും. ഞങ്ങൾക്കതെങ്ങനെ ഉണ്ടാവുമെന്ന് ഓർത്തു നോക്കിക്കേ. അന്ന് വെറുക്കാൻ തുടങ്ങിയതാ ആ മനുഷ്യന്. ഞങ്ങളുടെ അമ്മയെ കൊന്നിട്ട് ഒരു സ്ത്രീയും കുഞ്ഞുമായി നിൽക്കുന്ന അയാളുടെ മുഖത്ത് നോക്കാൻ പോലും ഞങ്ങൾക്ക് ഇഷ്ടമില്ലായിരുന്നു. ആദ്യമായി ഇഷ്ടക്കേട് ഇവനോട് ഞങ്ങൾക്കുണ്ടായിരുന്നു. അവനൊരു കുഞ്ഞാണെന്നും അവനൊന്നും അറിയില്ലെന്നൊക്കെ സുഭാഷേട്ടനാ ഞങ്ങളെ പറഞ്ഞു പഠിപ്പിച്ചത്. പിന്നെ അവൻ ഞങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി. അവൻ ചിരിക്കുമ്പോഴും ഓരോ വാക്കു പറഞ്ഞ് സംസാരിച്ചു തുടങ്ങുമ്പോഴും അതിന്റെ സന്തോഷം ഞങ്ങൾക്കായിരുന്നു. അച്ഛൻ ചെയ്ത തെറ്റിന് പാവം അവൻ എന്തു പിഴച്ചിട്ടാ. കുറച്ചു നാള് കഴിഞ്ഞപ്പോ ആ സ്ത്രീയും ഇവിടം വിട്ടുപോയി. ഒരു ദിവസം രാവിലെ നോക്കുമ്പോഴേ അച്ഛനെയും അവരെയും കാണാനില്ലായിരുന്നു. വൈകുന്നേരമായപ്പോ അച്ഛൻ മടങ്ങി വന്നു. അവരെവിടെയാണെന്ന് ആരും ചോദിച്ചതുമില്ല, അച്ഛനൊട്ട് പറഞ്ഞതുമില്ല. ഒന്നും അറിയാത്ത പ്രായത്തിൽ അമ്മ ഉപേക്ഷിച്ച ഇവനും അമ്മ നഷ്ടപ്പെട്ട ഇവനും ഒരേ സങ്കടമുള്ള 4 പേര്. അന്ന് മുതൽ ഒന്നിച്ചു വളരാൻ തുടങ്ങിയതാ ഇവിടെ. ഇത്രയും കാലം അതറിയാതെയും പറയാതെയും കഴിഞ്ഞിട്ടും ഇന്ന് എങ്ങനെയാ അത് പുറത്തു വന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ എന്ന് സുധീഷ് കരച്ചിലോടെ പറയുമ്പോഴേക്കും അവിടെ ഇരുന്ന് പൊട്ടിക്കരഞ്ഞോണ്ടിരിക്കുന്ന നികേഷിനെ നോക്കിക്കൊണ്ട് പാവം അവന്റെ കരച്ചില എനിക്ക് സഹിക്കാൻ കഴിയാത്തത്. അമ്മയില്ലാത്തവരും അമ്മ ഉപേക്ഷിച്ചവനും അവരോടെന്തിനാ അവരുടെ അമ്മ വേറെയാണെന്ന് പറയുന്നത്? അതും എന്തു പറഞ്ഞാലും ഞങ്ങൾക്കാർക്കും ഒന്നും തിരിച്ചു കിട്ടാൻ പോകുന്നില്ലല്ലോ എന്ന് സങ്കടത്തോടെ കരയുന്ന നിധിയോടായി പറഞ്ഞ് അവൻ സുഭാഷേട്ടന്റെ അരികിലേക്ക് ചെന്നിരുന്ന് കരയുകയാ. സുഭാഷേട്ടനും അവര് 4 പേരെയും ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്നുണ്ട്. ആ കാഴ്ച കണ്ട് സങ്കടം സഹിക്കാനാവാതെ നിധിയും ഉമ്മറത്ത് നിന്ന് പൊട്ടിക്കരയുകയാ. പിന്നീട് രാത്രിയാവുമ്പോ നികേഷ് സങ്കടത്തോടെ ഉമ്മറത്തിരുന്ന് ഓരോന്ന് ആലോചിച്ചോണ്ടിരിക്കുക. ആ പെട്ടിയിൽ നിന്ന് അമ്മയുടെ ഫോട്ടോ കണ്ടെടുത്തതും അത് കണ്ട് അച്ഛനെ ചോദ്യം ചെയ്യുമ്പോഴേക്കും നിന്നെ കല്ലിയിളക്കുന്ന ഈ ഫോട്ടോയിലെ സ്ത്രീയില്ലേ, അതാണ് നിന്റെ തള്ള എന്നൊക്കെ അച്ഛൻ പറഞ്ഞതും ഓർത്തിരിക്കുകയാണ് സുഭാഷേട്ടൻ അങ്ങോട്ട് വരുന്നത്. അവനേക്കാണ് എണീറ്റ് പോവാൻ തുടങ്ങിയ നികേഷ് ഒരു നിമിഷം തിരിഞ്ഞു നിന്ന് സുഭാഷേട്ടനെ ചേർത്ത് പിടിച്ച് വീണ്ടും പൊട്ടിക്കരയുകയാ. പിന്നീട് സുഭാഷേട്ടൻ ചോറ് വാരി കൊടുക്കുന്നുണ്ടെങ്കിലും അവൻ സങ്കടത്തോടെ അവിടുന്ന് എഴുന്നേറ്റ് പോയിരുന്ന് പൊട്ടിക്കരയുകയാ. അതുകാണ് സുഭാഷേട്ടനും അവന്റെ അരികിലേക്ക് ചെന്ന് അവനെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്നുണ്ട്. അവിടെ ഉമ്മറത്തെ കട്ടിലിൽ കിടക്കുകയായിരുന്ന അച്ഛനും ഓരോ കാര്യങ്ങളോർത്ത് സങ്കടത്തോടെ കരയുകയാ. പിന്നീട് രാവിലെ ആകുമ്പോൾ നികേഷ് കോളേജിലേക്ക് പോകുന്ന വഴിക്കാണ് സൈക്കിളിൽ വരുന്ന അച്ഛനെ കാണുന്നത്. അദ്ദേഹം അവന്റെ മുന്നിൽ സൈക്കിൾ നിർത്തി, ഡേ പൊടിപ്പയ്യൻ, എന്താ നിനക്കിത്ര ദേഷ്യം എന്ന് ചോദിച്ച് സൈക്കിളിൽ നിന്ന് ഇറങ്ങിക്കൊണ്ട്, എടാ അമ്മ വേറെ ആയാൽ എന്താടാ, നിന്നെ റോഡിലൊന്നും കളഞ്ഞില്ലല്ലോ ഞാൻ എന്ന് ചോദിക്കുകയാ. നികേഷും ദേഷ്യത്തോടെ, എല്ലാ കുഴപ്പവും ഉണ്ടാക്കി വെച്ചത് നിങ്ങൾ മാത്രം, എന്തുകൊണ്ടാ നിങ്ങൾ ഇത് എന്നോട് പറയാതിരുന്നത് എന്ന് ചോദിക്കുമ്പോ, പറഞ്ഞു നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് അച്ഛനും ചോദിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് എത്ര വേണേലും കല്യാണം കഴിക്കാം, എനിക്കിത് അന്വേഷിക്കേണ്ട കാര്യമില്ല. പക്ഷേ എന്റെ ചേട്ടന്മാരെന്ന് വിചാരിക്കുന്നവർ ചേട്ടന്മാരല്ലെന്ന് ഇപ്പോഴല്ലേ ഞാൻ അറിഞ്ഞത്. അവർ ശരിക്കും സ്വന്തമല്ലെന്ന് അറിയുന്നതേ എന്തുമാത്രം സങ്കടമുണ്ടാക്കുന്ന കാര്യമാണെന്ന് അറിയാമോ? നിങ്ങൾ എന്റെ അച്ഛനല്ലേ, സത്യം എന്നോട് പറയാനുള്ള ഉത്തരവാദിത്തം നിങ്ങൾക്കില്ലേ? എന്റെ ചേട്ടന്മാരെ ഓരോ ആവശ്യം പറഞ്ഞ് എത്രമാത്രം ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെന്ന് അറിയോ? ഞാൻ അന്യൊരുത്തനാണെന്ന് അറിഞ്ഞിരുന്നെങ്കിലേ അവരെ കഷ്ടപ്പെടുത്തില്ലായിരുന്നു. അവര് 3 പേരും എനിക്ക് വേണ്ടി ഇത്ര കാലം കഷ്ടപ്പെട്ടത് എന്തിനാ? എന്താവശ്യം അവർക്കുള്ളത് നിങ്ങൾ എന്നോട് പറയണമായിരുന്നു. എവിടെ നിന്നോ കൂട്ടിക്കൊണ്ടുവന്ന ആ സ്ത്രീയാണ് എന്റെ അമ്മയെന്ന് നിങ്ങളെങ്കിലും എന്നോട് പറയണമായിരുന്നു എന്നവൻ പറയുമ്പോഴേക്കും, ഓ അവനൊരു വലിയ സത്യാന്വേഷി, എല്ലാം നിന്നോട് ആദ്യമേ പറഞ്ഞ് ബോധ്യപ്പെടുത്തണമായിരുന്നു. ഇപ്പോഴല്ലേടാ നീ ഇതൊക്കെ ചോദിക്കാനും പറയാനും വളർന്നത്. ജനിച്ച ഉടനെ നിന്നോട് അതങ്ങ് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ഞാൻ അങ്ങ് മറന്നുപോയി എന്നച്ഛനും പറയുന്നുണ്ട്. നിങ്ങൾക്ക് എന്റെ അവസ്ഥ പറഞ്ഞാൽ മനസ്സിലാവില്ലെന്ന് നികേഷ് പറയേ. എന്തവസ്ഥയാടാ, കോളേജിലേക്ക് തന്നെയല്ലേ പോകുന്നത്, ചെന്ന് 4 അക്ഷരം പഠിച്ച് വല്ല ഉദ്യോഗം വാങ്ങിക്കാൻ നോക്ക് എന്നച്ഛനും.
നാട്ടുകാർ പറയുന്ന കഥയിൽ സത്യമുണ്ടെന്ന് എനിക്ക് ഇന്നാ മനസ്സിലായത്. ഭാര്യയെ കൊന്ന് മറ്റൊരു പെണ്ണിനെ കൂട്ടിക്കൊണ്ടു വന്നവൻ. എന്റെ ചേട്ടന്മാര് പാവാണ്, അവരുടെ അമ്മയെയും നിങ്ങൾ കൊന്നു, എന്നിട്ട് വേറൊരു സ്ത്രീയുമായി താമസം തുടങ്ങി. അവരിലാണ് ഞാൻ ജനിച്ചത് അല്ലേ? അവരാരാണ്? അവരിപ്പോ ജീവനോടെയുണ്ടോ അതോ മരിച്ചോ? നിങ്ങൾ അവരെ ശരിക്കും കല്യാണം കഴിച്ചതാണോ അതോ ഞാനൊരു പിഴച്ച സന്തതിയാണോ? ഒന്നും എനിക്കറിയില്ല. അറ്റ്ലീസ്റ്റ് ഞാൻ ആരാണെന്നെങ്കിലും എനിക്കറിയണ്ടേ? എനിക്കൊഴികെ എല്ലാവർക്കും ഈ കാര്യം അറിയാം, വീട്ടുകാർക്കും നാട്ടുകാർക്കും എല്ലാം അല്ലേ? ചെറുപ്പം മുതലേ എല്ലാവരും എന്നെ പുച്ഛത്തോടെ നോക്കാനുള്ളൊരു കാരണം ഇതാണല്ലേ? ഞാനൊരു വില കെട്ടവൻ, എനിക്ക് വീടില്ല, കുടുംബമില്ല, നിങ്ങളുടെ ഇഷ്ടത്തിനും സുഖത്തിനും വേണ്ടി ഏതോ സ്ത്രീയിൽ ജനിച്ച നാണം കെട്ട ജന്മം അല്ലേ എന്ന് നികേഷ് ചോദിക്കുമ്പോഴേക്കും ഭാസ്കരനും സഹിക്കാനാവാതെ നിർത്തടാ, റോഡിൽ നിന്ന് അവന്റെ ഒരു നാടകം, ഇമാതിരി ഡയലോഗ് അടിക്കാൻ ഇതെന്താടാ, അമ്പലപ്പറമ്പിലെ നാടകമോ? പോടാ പോ എന്ന് ഭാസ്കരൻ പറയുന്നുണ്ട്. പോവുക. ഇത്രയും കാലം അതൊരു നരകമായിരുന്നെങ്കിലും അത് എന്റെ കൂടി വീടായിരുന്നു. ഇപ്പോ അതെന്റെ അല്ലെന്ന് മനസ്സിലായി. പെട്ടെന്നൊരു ദിവസം ഞാൻ തനിച്ചായിപ്പോയി. അത് നിങ്ങൾക്കൊന്നും ഒരിക്കലും മനസ്സിലാവില്ല, ഒരിക്കലും എന്ന് ടെൻഷനോടെ പറഞ്ഞ് നികേഷും നടന്നു നീങ്ങുകയാ. അച്ഛനും അവൻ പോകുന്നത് നോക്കി ടെൻഷനോടെ നിൽപ്പാ. പിന്നീട് വീടിന്റെ മുറ്റത്ത് നടന്ന കാര്യങ്ങളെല്ലാം ഓർത്ത് ടെൻഷനോടെ നടക്കുന്ന നിധിയാണ് കാണിക്കുന്നത്. പെട്ടെന്ന് തന്നെ ടെൻഷനോടെ അവൾ തന്റെ മൊബൈൽ എടുത്ത് സുധീഷിനെ വിളിക്കുകയാ. ഡ്രൈവിംഗിലായിരുന്ന സുധീഷും മൊബൈൽ എടുത്ത് സന്തോഷത്തോടെ നമ്മുടെ ആളാണല്ലോ എന്ന് പറഞ്ഞ് കോൾ അറ്റൻഡ് ചെയ്യുമ്പോഴേക്കും എവിടെയാന്ന് നിധിയും. ഞാൻ ദേ ഇപ്പോ ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് തിരിച്ചു വന്നോണ്ടിരിക്കുക. എന്തുപറ്റി? എന്നെ കാണണോ? ഞാൻ വീട്ടിലേക്ക് വരാട്ടോ എന്നവൻ സന്തോഷത്തോടെ പറയുമ്പോഴേക്കും അതല്ല, നികേഷ് ഇതുവരെ വന്നിട്ടില്ലെന്ന് നിധിയും. അതിന് സമയമായിട്ടില്ലല്ലോ എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ സാധാരണ വൈകുവാണെങ്കിൽ അവൻ വിളിക്കാറുണ്ട്, ഇന്ന് ഫോൺ രാവിലെ മുതൽ സ്വിച്ച് ഓഫ് ആണെന്ന് നിധിയും. സി നിധി, അവരൊക്കെ വലിയ കുട്ടികളായില്ലേ, നമ്മളിങ്ങനെ അനാവശ്യം ടെൻഷൻ അടിക്കാൻ പാടില്ല കേട്ടോ എന്ന് സുധീഷും. നിധിയും ടെൻഷനോടെ സാധാരണ വൈകുവായിരുന്നെങ്കിൽ ടെൻഷൻ ഉണ്ടാവുമായിരുന്നില്ല, ഇന്നലെ ഇത്രയൊക്കെ സംഭവിച്ചിട്ട് എനിക്ക് എന്തോ ഒരു പേടി തോന്നുന്നു എന്ന് പറയുമ്പോഴേക്കും ഏയ് താൻ എന്തിനാടോ പേടിക്കുന്നു എന്ന് സുധീഷും. രാവിലെ പോകുമ്പോഴും അവൻ വല്ലാതെ അപ്സെറ്റ് ആയിരുന്നു. സ്വന്തമെന്ന് വിചാരിച്ചവരൊക്കെ ആരുമല്ലെന്ന് തോന്നിയ ചെറിയ മനസ്സല്ലേന്ന് നിധി ആദ്യോടെ പറയുമ്പോഴേക്കും അതിപ്പോ അവൻ സ്വന്തമല്ലെന്ന് ആരാ വിചാരിച്ചത് എന്ന് സുധീഷും. ഞാൻ അവന്റെ മനസ്സിന്റെ കാര്യം പറഞ്ഞ് എന്ന് നിധി പറയുമ്പോൾ ശരി, താൻ എന്തായാലും ഫോൺ വെക്കുക, ഞാൻ അന്വേഷിക്കട്ടെ, എന്നിട്ട് ഞാൻ വിളിക്കാമെന്ന് സുധീഷ് പറയുമ്പോഴേക്കും നിധിയും കോൾ വെക്കുകയാണ്. സുധീഷ് അപ്പോഴേക്കും വണ്ടി സൈഡ് ഒതുക്കി നിർത്തി നികേഷിന്റെ മൊബൈലിലേക്ക് വിളിക്കുമ്പോഴേക്കും മൊബൈൽ സ്വിച്ച് ഓഫ് ആയിരുന്നു. അവനും ടെൻഷനോടെ വണ്ടി എടുത്തോണ്ട് നികേഷിനെ അന്വേഷിച്ചു പോവുകയാ. പിന്നീട് സുഭാഷ് നിധിയെ വിളിക്കുന്നുണ്ട്. മോളെ, വേറൊന്നുമല്ല, നികേഷ് വന്നോന്ന് അറിയാൻ വിളിച്ചതാ എന്ന് സുഭാഷ് ഏട്ടൻ പറയാ. അല്ല സുഭാഷ് ഏട്ടാ, ഞാനിപ്പോ സുധീഷിനെ വിളിച്ച് പറഞ്ഞതേയുള്ളൂ എന്ന് നിധിയും ടെൻഷനോടെ പറയേ. മോളെ, ഞാൻ വിളിച്ചിട്ടും സ്വിച്ച് ഓഫ് എന്നാ പറയുന്നേ എന്ന് സുഭാഷ് ഏട്ടനും. ഞാനും അവനെ വിളിച്ചിരുന്നു, കിട്ടില്ലെന്ന് നിധി പറയുമ്പോ വരണ്ട നേരം കഴിഞ്ഞല്ലോ എന്ന് സുഭാഷ് ഏട്ടനും. അതെ, ഇത്രയും വൈകാറില്ലെന്ന് നിധി പറയാ. ശരി, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് സുഭാഷും കോൾ വെക്കുകയാ. വീണ്ടും അവൾ ടെൻഷനോടെ നികേഷിന്റെ മൊബൈലിലേക്ക് വിളിക്കുന്നുണ്ടെങ്കിലും മൊബൈൽ സ്വിച്ച് ഓഫ് തന്നെ ആയിരുന്നു. അപ്പോഴാണ് ഹരീഷ് തന്റെ ബൈക്കിൽ അങ്ങോട്ടെത്തി. നികേഷ് എന്താ ഫോൺ ഓഫ് ചെയ്ത് വെച്ചേക്കുന്നത്, എത്ര നേരമായി വിളിക്കണോ എന്ന് പറയുമ്പോഴേക്കും അവൻ വന്നിട്ടില്ലെന്ന് നിധി. വന്നില്ലേ എന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ സാധാരണ ഈ സമയത്ത് വരാറുള്ളതാ, ലേറ്റ് ആവുകയാണെങ്കിൽ വിളിച്ചു പറയൂ. ഇന്ന് വിളിച്ചില്ല, അങ്ങോട്ട് വിളിച്ചപ്പോ സ്വിച്ച് ഓഫ്. അവല് പോയപ്പോ തന്നെ അവൻ വല്ലാതെ അപ്സെറ്റ് ആയിരുന്നു. ഒന്ന് അന്വേഷിക്കുന്നത് നല്ലതല്ലേ ഹരീഷ്? ചിലപ്പോ കൂട്ടുകാരുടെ അടുത്തെങ്ങാനും ഉണ്ടാവും, എന്നാലും എനിക്കൊരു ടെൻഷൻ, അതുകൊണ്ടാ എന്ന് നിധി പറയുമ്പോഴേക്കും ഞാൻ പോയി നോക്കാം എടുത്തി എന്ന് പറഞ്ഞവൻ ടെൻഷനോടെ തന്റെ വണ്ടിയും എടുത്ത് പോവുകയാ. പിന്നീട് രാത്രിയായിട്ടും നികേഷിനെ തിരഞ്ഞുകൊണ്ടിരിക്കുന്ന ഹരീഷിനെയാണ് കാണിക്കുന്നത്. അവൻ നികേഷിന്റെ കോളേജിലുള്ള കൂട്ടുകാരന്റെ വീട്ടിലേക്ക് ചെന്ന് കോളിംഗ് ബെൽ അടിക്കുമ്പോഴേക്കും എന്താ ഹരീഷ് ഏട്ടെന്ന് ചോദിച്ച് അവൻ പുറത്തോട്ട് ഇറങ്ങി വരുന്നുണ്ട്. എടാ, നികേഷിനെ കണ്ടായിരുന്നോ എന്ന് ഹരീഷ് ചോദിക്കേ. ഇല്ല, ഞാൻ ഇന്ന് കോളേജിൽ പോയില്ല. എന്തു പറ്റിയെന്ന് അവനും. അല്ല, അവൻ ഇങ്ങോട്ട് വരികയാണെങ്കിൽ എന്നെ വിളിക്കണമെന്ന് ഹരീഷ് പറയേ. എന്താ ഏട്ടാ, എന്തെങ്കിലും പ്രശ്നമുണ്ടോന്ന് അവനും. നീ വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞ് ഹരീഷും അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ്. അവിടെ സുധീഷും സുഭാഷും കാറിൽ നികേഷിനെ തിരഞ്ഞുള്ള യാത്രയിലായിരുന്നു. നിധിയും ടെൻഷനോടെ മുറ്റത്തു കൂടി നടക്കുകയാണ്. അപ്പോഴാണ് അച്ഛൻ സൈക്കിളിൽ പാട്ടും പാടിക്കൊണ്ട് അങ്ങോട്ട് വരുന്നത്. അദ്ദേഹം മുറ്റത്ത് നിൽക്കുന്ന നിധിയെ കണ്ട് എന്താ മോളെ, എന്താ നീ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോ നികേഷ് എവിടെയാ പോയെന്ന് വല്ല പിടിയുമുണ്ടോന്ന് അവളും ചോദിക്കുക. അവൻ എവിടാ പോകുന്നതെന്ന് എനിക്ക് എങ്ങനെ അറിയാം, എന്നോട് എന്തിനാ ചോദിക്കുന്നതെന്ന് അച്ഛനും. നിധിയും സങ്കടത്തോടെ അവൻ ഇതുവരെ വന്നിട്ടില്ല, രാവിലെ കോളേജിൽ പോയതാ, ഇതുവരെ വന്നിട്ടില്ല, എല്ലാവരും അവനന്വേഷിച്ചു പോയിരിക്കുക. അച്ഛൻ അവനെ എവിടെയെങ്കിലും കണ്ടിരുന്നു എന്ന് നിധി ചോദിക്കേ. ഞാൻ എങ്ങനെ അറിയാനാ, അവൻ കോളേജിലോട്ട് പോകുമ്പോ ഞാൻ മിക്കവാറും ആ കട്ടിലിൽ ഇരിപ്പുണ്ടാവും, ഞാൻ പോയിട്ട് വരാമെന്ന് പോലും അവൻ എന്നോട് പറയാറില്ല. അല്ല, അത് ഞാൻ പ്രതീക്ഷിക്കുന്നുമില്ല. മോള് വിഷമിക്കണ്ട, ഇളവയൊന്നും അല്ലല്ലോ, വരും. പുറത്തേക്ക് പോയവനെ തിരിച്ചു വരാനും അറിയാം, അവനെ തേടി 3 പേര് പോയി പോലും എന്ന് പറഞ്ഞ അച്ഛൻ ഉമ്മറത്തേക്ക് കയറാൻ തുടങ്ങുമ്പോഴേക്കും ഒന്ന് അന്വേഷിക്കണ്ടേ, രാത്രിയായില്ലെന്ന് നിധിയും ടെൻഷനോടെ ചോദിക്കുക. അദ്ദേഹം തിരിഞ്ഞു നിന്ന് മോളെ, അവൻ എവിടെയുള്ളതെന്ന് നിനക്കറിയാമോ? ഈ പോയ 3 വാനരന്മാർക്കറിയോ? അറിയാവോ എന്ന് അച്ഛൻ ചോദിക്കേ. ഇല്ലെന്ന് നിധിയും. പക്ഷേ ഈ വീടിരിക്കുന്ന സ്ഥലം അവനറിയാം, അതുകൊണ്ട് അവൻ ഇങ്ങോട്ട് വരുന്നതാണ് നമ്മൾ അവനെ തേടി അങ്ങോട്ട് പോകുന്നതിനേക്കാൾ എളുപ്പം. വരും മോളെ, വരും എന്ന് സമാധാനിപ്പിച്ച് അച്ഛനും ഉമ്മറത്തേക്ക് കയറി പോവുകയാ. കാറിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്ന സുഭാഷ് ടെൻഷനോടെ സുധീഷിനോടായി ചോദിക്കുന്നുണ്ട്. സുധീഷേ, അവൻ എങ്ങോട്ടായിരിക്കും അവിടെ പോയിരിക്കുന്നത്? എനിക്ക് ഓർത്തിട്ട് പേടിയാവുന്നു. സുഭാഷ് ഏട്ടാ, നമുക്ക് അവനെ കണ്ടുപിടിക്കാന്നേ, ഏട്ടനൊന്ന് വിഷമിക്കാതിരിക്കേ
എന്ന് സുധീഷും ഏട്ടനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. എടാ, ഇന്ന് നമ്മൾ അവനെ കോളേജിൽ വിടാൻ പാടില്ലായിരുന്നു, അല്ലെങ്കിൽ അവന്റെ കൂടെ നമ്മൾ ആരെങ്കിലും പോണമായിരുന്നു. പാവം ഒരുപാട് സങ്കടപ്പെട്ടു. ഇന്ന് പോവണ്ടെന്ന് എനിക്കും അവനോട് പറയാൻ തോന്നിയില്ല. കൂട്ടുകാരുടെ ഒക്കെ കൂടിയിരുന്ന് തിരിച്ചു വരുമ്പോൾ ടെൻഷനെല്ലാം മാറുമെന്ന് ഞാനും കരുതി. അവനത് സഹിക്കാൻ പറ്റിക്കാണില്ല. പക്ഷേ ആ കാരണം കൊണ്ട് അവൻ വീട്ടിലേക്ക് വരാതിരിക്കാൻ പാടുണ്ടോ എന്ന് സുഭാഷ് പറയേ. പെട്ടെന്നറിഞ്ഞപ്പോ അവന് താങ്ങാൻ പറ്റിക്കാണില്ല. അവൻ എങ്ങോട്ടും പോവില്ലേട്ടാ, വീട്ടിലേക്ക് തന്നെ വരുമെന്ന് സുധീഷും പറയുന്നുണ്ട്. സുഭാഷ് ഏട്ടൻ ആദ്യോടെ എടാ അവൻ തെറ്റായിട്ട് എന്തേലും ചെയ്യുവോടാ എന്ന് ചോദിക്കേ. ഏയ് ഇല്ല, അങ്ങനെയൊന്നും സംഭവിക്കില്ല. അവന് നമ്മളെയൊന്നും അങ്ങനെ വിട്ടുകളയാൻ പറ്റില്ല സുഭാഷ് ഏട്ടാ, നമ്മൾ ഇന്നു തന്നെ അവനെ കണ്ടെത്തും. ചേട്ടനൊന്ന് സമാധാനമായിരിക്കും എന്ന് ചേട്ടനെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഇവൻ ഇത് എവിടെ പോയതാ എന്ന് ടെൻഷനോടെ പറഞ്ഞ് വണ്ടി ഓടിച്ചോണ്ടിരിക്കുക സുധീഷ്. ഹരീഷും ആ സമയത്ത് റോഡുകളിലും കടകളിലും എല്ലാം നടന്ന് വഴിയിൽ കാണുന്ന ആളുകളെല്ലാം മൊബൈലിൽ നികേഷിന്റെ ഫോട്ടോ കാണിച്ചു കൊടുത്ത് അന്വേഷിക്കുന്നുണ്ട്. അച്ഛനും ഉമ്മറത്തെ കട്ടിലേക്കിരുന്ന് ഒരു ബീഡി വലിക്കാനായി തുടങ്ങുമ്പോഴേക്കും പടിക്കെട്ടിലിരിക്കായിരുന്ന നിധിയും അദ്ദേഹത്തെ ഒന്ന് നോക്കുന്നുണ്ട്. അവളുടെ നോട്ടം കണ്ട് അച്ഛൻ ബീഡി മാറ്റുമ്പോഴേക്കും ടെൻഷനോടെ പടിക്കെട്ടിലിരിക്കുന്ന നിധിയെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഒരുപാട് സമയത്തെ അന്വേഷണങ്ങൾക്കൊടുവിൽ ബീച്ചിൽ വെച്ച് നികേഷിനെ കണ്ടെത്തുന്നതും അവനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നതുമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.